കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 2.25 കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് ഫുള്ളി ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 2.25 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഗംഭീര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മറ്റു വീടുകളിലെല്ലാം ഇതിനോടകം തന്നെ താമസം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടുമടുത്ത വീടുകളുടെ എലിവേഷൻ പാറ്റേണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വ്യതിരിക്തമായ ഡിസൈനാണ് ഈ വീടിന് ബിൽഡർ സ്വീകരിച്ചിരിക്കുന്നത്. 5 മീറ്റർ വീതി വരുന്ന വീതിയേറിയ വഴിയാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം ലഭിക്കുന്നത്. ഈ വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന 2 ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ്. 2 വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഈ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി നമുക്ക് ലഭ്യമാണ്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഭാഗങ്ങളെല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ മനോഹരമായിട്ടൊരു ഗാർഡൻ ഏരിയയും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പള്ളിക്കര ടൗണിലേക്ക് 1.5 കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് 2.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 2.25 കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 6 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 10 കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കൊക്കെയാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും. വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ഇനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു മനോഹര എലിവേഷനാണ് നമുക്ക് ഈ വീടിന് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് മുൻപ് സൂചിപ്പിച്ചതല്ലോ. ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി സിറ്റ് ഔട്ടിൽ നീളമേറിയ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ്. തേക്കിൻ തടിയിലാണ് പൂർണ്ണമായിട്ടും ഈ വീടിൻ്റെ മര പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. നല്ല വണ്ണത്തിലുള്ള തടികൾ തന്നെയാണ് നമുക്ക് വാതിലിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ വുഡൻ പാറ്റേണിൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു മനോഹരമായിട്ടുള്ള വലിയ TV യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും. ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഡൈനിങ് ഏരിയ ഭാഗത്തിരുന്നും ലിവിങ് ഏരിയ ഭാഗത്തിരുന്നും TV ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലുള്ള TV യൂണിറ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരിട്ട് എൻട്രി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാഷിയോ നൽകിയിരിക്കുന്നു. ആ ഭാഗത്ത് മനോഹരമായ ഗാർഡൻ വർക്കുകൾ നൽകിയിരിക്കുന്നു. ആ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്. മുൻപേ സൂചിപ്പിച്ച പ്രകാരം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഷാൻലിയറും വീതിയേറിയ ജനാലയും എല്ലാം ഈ ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ നമുക്ക് കാണുവാനായി കഴിയും. ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റെയർ ഹോളും നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള CNC കട്ടിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നത് വേറെ തന്നെ ആയിട്ടുള്ള അനുഭവമാണ്. പൂർണ്ണമായും തടിയിലാണ് നമുക്ക് ഈ വീട്ടിലെ സ്റ്റെയറിൻ്റെ വർക്കെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്
ഈ വീട്ടിൽ നമുക്ക് എല്ലാ ഭാഗത്തും അനുഭവിക്കാനായി കഴിയുക. സ്റ്റെയർ വാളിലായി മനോഹരമായ ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ കിച്ചൺ ഭാഗത്തേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ രൂപീകരിച്ചിരിക്കുന്ന ലെങ്തി ഡിസൈനുള്ള വളരെ മനോഹരമായിട്ടുള്ള കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് പാചകം ചെയ്യാൻ സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മിണി സഹിതം വരുവാനിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം വാർഡ്രോബുകൾ മൾട്ടിവുഡിലായി നമുക്ക് നൽകിയിട്ടുണ്ട്. ഭംഗിയാർന്നിട്ടുള്ള ഈ കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ കിച്ചൺ ഡോർ തുറന്നാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി കിച്ചൺ ഏരിയ വർക്ക് ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും. ഇത് വലിയ ഫ്രിഡ്ജും വെക്കുവാനുള്ള സൗകര്യമെല്ലാം നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാണ്. നമുക്ക് ഈ വീട്ടിൽ ഇനി സാനിറ്ററി ഐറ്റംസ് കൂടിയാണ് ഫിറ്റ് ചെയ്യുവാനുള്ളത്. കൂടാതെ ഫുള്ളി ഫർണിഷ്ഡ് ആക്കുവാനുള്ള സോഫ സെറ്റ്, AC തുടങ്ങിയ എല്ലാ സാധനങ്ങളും, കിടക്ക തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും കൂടി ഈ വീട്ടിൽ വരുവാനായിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷൂറിയസ് ആയിട്ടുള്ള ആംബിയൻസ് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഇനി ബെഡുകളെല്ലാം വരുവാനുണ്ട്. വളരെ വീതിയേറിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് കാണാം. ഒരു ബേ വിൻഡോ അടക്കം നൽകിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളുമെല്ലാം വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽ നൽകുന്ന രീതിയിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു മേക്കപ്പ് ഏരിയ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും. 4 പാളിയുടെ വലിയൊരു ജനാലയാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പ്രകാരം സാനിറ്ററി ബ്രാൻഡുകൾ മാത്രമാണ് ഇനി വീട്ടിൽ പെൻഡിങ് ആയി ഫിറ്റിംഗ് ഐറ്റംസ് ആയിട്ടുള്ളൂ. അത് ജാഗ്വാറാണ് നമുക്ക് സാനിറ്ററി ബ്രാൻഡുകളായി എല്ലാ സ്ഥലത്തും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇതും അനുഭവവേദ്യമാവുക. മനോഹരമായിട്ടുള്ള ബെഡും കോട്ടും എല്ലാം ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. BLDC ഫാനുകളാണ് എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. മുൻപ് സൂചിപ്പിച്ച പ്രകാരം 4 ബെഡ്റൂമുകളിലും ബേ വിൻഡോ സൗകര്യം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലെ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പ്രകാരം പൂർണ്ണമായും തേക്കിൻ തടിയിലാണ് ഈ സ്റ്റെയർ ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ടഫ്ലം ഗ്ലാസും അതിന് മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിരിക്കുന്നു. മുകളിലായി പറകോള നൽകിയിരിക്കുന്നത് ധാരാളം പ്രകാശം പകൽ സമയങ്ങളിൽ നമുക്ക് ലഭ്യവുമാണ്. സ്റ്റെയർ കയറി നേരെ നമ്മൾ എത്തി നിൽക്കുക വളരെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ആസ്വദിച്ച ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. കൂടാതെ സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ ആസ്വദിച്ച സ്റ്റെയർ വാളിലെ മനോഹരമായ ടെക്സ്ചർ വർക്കുകളും കണ്ടു കഴിഞ്ഞു. വീതിയേറിയ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗവും നമുക്ക് അടയാളപ്പെടുത്തുവാനായി കഴിയുക. ഭംഗിയായിട്ടുള്ള TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലെ വിശേഷങ്ങളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത്. കോട്ടും ബാക്കിയുള്ള ബേ വിൻഡോസും കാര്യങ്ങളുമെല്ലാം ഇപ്പോഴേ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇനി ബെഡും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളാണ് വരുവാനായിട്ടുള്ളത്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ രീതിയിലുള്ള ഫുള്ളി ഫർണിഷ്ഡ് വർക്കുകളും ഈ വീട്ടിൽ പൂർത്തീകരിച്ച് തരുന്നതായിരിക്കും. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനോളം വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും നമുക്ക് കാണുവാനായി കഴിയുക. ഇനി ഈ ബെഡ്റൂമിൽ ബെഡ് മാത്രമാണ് വരാനുള്ളത്. കോട്ടും എല്ലാ ഭാഗങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. വലിയ വാർഡ്രോബുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. മേക്കപ്പ് ഏരിയ വീണ്ടും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ 4ാമത്തെ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ സ്റ്റഡി റൂമിലേക്കാണ്. ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്ത ബെഡ്റൂം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു ബെഡ്റൂമായി തന്നെ ഉപയോഗപ്പെടുത്തുവാനായി കഴിയും. മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസായി നമുക്ക് ഈ ഭാഗത്തെ പരിമിതപ്പെടുത്തുവാനും കഴിയും. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ്. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുള്ളത്. ഈ ഭാഗത്തു നിന്നുമാണ് സ്റ്റെയറിലേക്ക് പോകുന്നതിനുള്ള വഴിയും നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗവുമാണ് കണ്ടു തീർക്കുവാനുള്ളത്.
എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 2.25 കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,70,00,000 രൂപയാണ്. വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. ഈ ലക്ഷൂറിയസ് വീടിന് 90% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ്. ഈ വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടുവാൻ കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.